ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമുക്കിവിടെ എല്ലാ സൺഡേയും നമുക്ക് കുറേ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എവിടെയാണ് കുർബാന ഉള്ളതെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് പോകാൻ പറ്റാറില്ല. പക്ഷേ നമ്മൾ കുർബാനുള്ള പള്ളി നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചു. നമ്മൾ നോക്കി വെച്ചു. അപ്പോൾ രാവിലെ ലേറ്റായിട്ട് എണീറ്റപ്പോൾ എണീക്കുന്നു, പക്ഷെ ഒന്ന് ഓടുന്നു. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല രാവിലത്തെ ഒന്നും. പള്ളിയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നു. കോഫി ഉണ്ടാക്കുകയാണ്. കോഫി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ഥലം വരെ പോകണം. അത് നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ എന്താ പരിപാടി എന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ ഒരു 6 മാസം കൂടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഇവരിങ്ങനെ ഒരു അസോസിയേഷൻസ് ഒക്കെ നടക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും, ഇലക്ട്രോണിക് ഐറ്റംസ്, ഡ്രസ്സ്, ഗോൾഡ്, എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് സെല്ല് ചെയ്യാം. അത് ആർക്ക് വേണമെങ്കിലും, ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഇവിടെ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഫുള്ളും ഇങ്ങനെ ഇങ്ങനെ ഡ്രസ്സുകളും ഇലക്ട്രോണിക് ഐറ്റംസും ഫുഡ് ട്രക്കും അങ്ങനെ കുറേ പരിപാടികളും എല്ലാ 6 മന്ത്സ് ഉണ്ടെന്നാണ് നമ്മൾ കേട്ടത്. നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലത്തെ പൂരത്തിന് ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാവില്ലേ, കുറേ സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇങ്ങോട്ട് നടന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷനൊക്കെ ഉണ്ടാവില്ലേ, അല്ല അവിടെ മാത്രമല്ല അവിടേക്കുള്ള സംഭവം പോലെ ഇവിടെ ഇങ്ങനെ ഓരോ ട്രക്സ് വരും. അത് കൺവേർട്ട് ചെയ്തിട്ടാണ് എനിക്ക് വേറെ സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല. ഇവിടെ ഞാൻ കണ്ടേക്കണേ ഇങ്ങനത്തെ ഷോപ്സും കുറേ സംഭവങ്ങളൊക്കെ ആക്കണേ. നല്ല രസമുണ്ട്, നല്ല പരിപാടി. പരിപാടികളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയി നമ്മളിത് ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊതിച്ചോറാണ് നമ്മൾ റെഡിയാക്കണേ. നമ്മളപ്പോൾ വെറൈറ്റി ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാൻ പോവാം. ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ സുഷി. അപ്പോൾ നമുക്ക് സുഷി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇവിടെ ചെന്ന കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ കഴിച്ചിട്ടില്ല. ഇത് സോയ സോസ്. ഓക്കെ, അപ്പോൾ ഇത് പിടിച്ച് തിന്നാനുള്ള കഴിവ് നമ്മൾക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മാറ്റിയൊക്കെയാണ്. നമ്മൾ കൈ ക്ലീനാണ്, അത് നമ്മൾ കൈ കൊണ്ടാണ് കഴിക്കാൻ പോണത്. റോ ഫിഷ് അല്ല, ട്യൂണയാണ്. നമ്മുടെ ടിന്നിൽ തന്നെ ട്യൂണ സംഭവമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഹലോ, നമ്മളപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. നമ്മളൊന്ന് പൊതിച്ചോറ് കഴിച്ചു. നമ്മുടെ ഓണത്തിനും ബാക്കി 2-3 കറികൾ ഉണ്ടായിരുന്നു. 2-3 മിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കി നമ്മളത് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഭയങ്കര വെയില, ഒരു ദിവസം തണവാണെങ്കിൽ ഒരു ദിവസം ചൂട്, അങ്ങനത്തെ ഒരു വെയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് 9-ാം തീയതി തുടങ്ങും. നമ്മുടെ ക്ലാസ് 9-ാം തീയതി തുടങ്ങും. അപ്പോൾ നമുക്ക് കോളേജിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ, ബുക്കും പെന്നും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആക്ഷൻ. അവിടെ ഭയങ്കര റേറ്റ് കുറവിന് സംഭവങ്ങളൊക്കെ കിട്ടും. അവിടെ നമ്മളൊരു നോട്ട്ബുക്ക് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഈ നോട്ട്സൊക്കെ, ഇത് മറ്റേ നോട്ട്സ് ചെയ്താൽ ഇത് നമുക്ക് ഇങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, അതിന് വേണ്ടി. ഇത് ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്ന ഒരു ബുക്കാണ്, ഇതിലധികം എഴുതിയിട്ടില്ല. ഇത് രണ്ടുമാണ്. ഇവിടെ അങ്ങനെ നോട്ടിൻ്റെ ആവശ്യമില്ല, നമ്മൾ കൂടുതലും ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഐപാഡിലാണ് യൂസ് ചെയ്യുക. പിന്നെ ഒരു ഫയൽ വാങ്ങിച്ചു, പിന്നെ പെൻ. ഇതിൽ 4-5 ഉണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ എടുത്തിട്ട് എവിടെയാണെന്ന് കാണാനില്ല. ഓക്കെ, പിന്നെ നമ്മുടെ ഐപാഡ് നമ്മളിവിടെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോളേജിലേക്ക് ഉള്ള ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത് ഓൾറെഡി കേസ് യൂസ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് പൊടിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോളേജിൽ പോകാൻ തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് പൊടി തട്ടലൊക്കെ ചെയ്യുക. നമ്മളെടുത്ത് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി വെക്കുകയാണ്. കാരണം നമുക്കവിടെ അക്കോമഡേഷൻ റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി വരാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ ടൈമിംഗ് ഒന്നും നമുക്കറിയില്ല, നമുക്കത് മെയിൽ വരാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യം അറിയില്ല. അപ്പോൾ രാവിലെ 9 മണിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റത്തെ ട്രെയിൻ തന്നെ പോകണം. കാരണം ഇവിടുന്ന് ഒരു മുമ്പത്തെ വീഡിയോയിൽ കണ്ടല്ലോ, ബസ്സിൽ പോകണം, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ പോകണം. അപ്പോൾ ഒരു 2-2.5 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ 5 മണി 5:45 ഫസ്റ്റത്തെ ബസ്സിന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം. അപ്പോൾ എല്ലാം കൂടെ ദിവസം 2 ദിവസം കൂടി ഉണ്ട്. എന്നാലും നമ്മൾ നേരത്തേക്കാണ് നമ്മളെല്ലാം ചെയ്ത് വയ്ക്കണം. ഇതിൽ നമ്മൾ ഈ മൈക്രോസോഫ്റ്റൊക്കെ നമ്മൾ എടുക്കേണ്ടി വരാറ് ഐപാഡിൽ. അപ്പോൾ ഇതിപ്പോൾ കോളേജിൽ നിന്ന് ഒരു മെയിൽ നമുക്ക് തരും, അതിൽ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മളതിന് വേണ്ടി പൈസ ചിലവാക്കണ്ട. എൻ്റെ കേസ് ഒറിജിനൽ ആപ്പിൾ കേസ് അല്ല, നോർമലായിട്ട് വാങ്ങിച്ചൊരു കേസാണ്. അപ്പോൾ കീബോർഡ് നമ്മൾ ഇത് ഡീറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന കീബോർഡാണ്. ഒരു സബ്ജക്റ്റിന് ഒരു 1-2 PDF ഉണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് അതിൽ ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമല്ല, അതാണ് പഠിക്കേണ്ടത്. നമുക്ക് അതിൻ്റെ കൂടുതലായിട്ട് നോട്ട്സ് എഴുതിയെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലാപ്ടോപ്പിലോ ഐപാഡിലോ ചെയ്യാനുള്ളൂ. പക്ഷെ ചില ടീച്ചേഴ്സ് പറയും ഇലക്ട്രോണിക് ഐറ്റംസ് യൂസ് ചെയ്യരുതെന്ന്. അപ്പോൾ നമ്മൾ നോട്ട് തന്നെ യൂസ് ചെയ്യണം. അതായത് ഒരാൾക്ക് ഒരു നോട്ട്, അടുത്ത ആൾക്ക് ഒരു നോട്ട്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാതും കൂടെ ഒരു നോട്ടുള്ള, അങ്ങനെയാണ് ഇവിടെ എല്ലാവരും കണ്ടേക്കണേ. നോട്ട്സ് അങ്ങനെ കൊണ്ടുവരുന്നതും കണ്ടിട്ടില്ല. ഒരു ഐപാഡ് മാത്രം അല്ലെങ്കിൽ ലാപ്ടോപ്പ് മാത്രം പിടിച്ചാണ് കൂടുതൽ ആൾക്കാർ വരാറ്. അപ്പോൾ നോട്ട്സ് എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി നമ്മളൊരു നോട്ട്. ഇവിടുത്തെ കൂടുതൽ നോട്ട്ബുക്സ് ഞാൻ കണ്ടേക്കണത് മറ്റേ നമ്മുടെ നാട്ടിൽ മാത്സ് നോട്ട്ബുക്ക് ഇല്ല, ഇങ്ങനെ സ്ക്വയർ പോലത്തെ, അതാണ് ഇവിടെ കൂടുതൽ യൂസ് ചെയ്യാം. എനിക്കിവിടെ ഒരു മാസം, എല്ലാ കോളേജിലും ഇപ്പം അങ്ങനെ ആവണമെന്നില്ല, എനിക്കിവിടെ എന്നാ തുടങ്ങി, എനിക്ക് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഒരു 4th 5th ഒക്കെ ടൈമിൽ ലീവ് തുടങ്ങി. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 5 മാസം ലീവ് ഉണ്ടായിരുന്നു. സമ്മർ വെക്കേഷൻ പോലെ ലീവ്. ഇവിടെ സമ്മർ ലീവ് ഉണ്ടാവും, വിൻ്റർ ലീവ് ഉണ്ടാവും, ക്രിസ്മസ് ഉണ്ടാവും, പിന്നെ വേറെ എന്തെങ്കിലും പരിപാടിൻ്റെ അങ്ങനത്തെ ലീവ് ഉണ്ടാവും. ലീവുകളൊക്കെ കുറേ ഉണ്ട്, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു. കുറേ ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഇപ്പോൾ എത്ര മണിയായി? ഇവിടെ 5 മണിയായി. നമുക്ക് 5:30 ബിഗ് ബോസ് തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ബിഗ് ബോസ് കാണണം. ഞാൻ ഭയങ്കര ബിഗ് ബോസ് ആരാധിക്കുന്നതായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ കണ്ട് ഭയങ്കര ഇഷ്ടമായി. ബിഗ് ബോസ് ടൈമിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ 5:30 ബിഗ് ബോസ് തുടങ്ങും. ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് തന്നെ കാണണം. നമ്മൾ VPN ഒക്കെ വെച്ച് ചെയ്യണോണ്ട് ഭയങ്കര, നമ്മൾ കറക്റ്റ് ടൈമിൽ കയറിയില്ലെങ്കിൽ നമുക്കത് ഫുള്ള് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അവർ ലൈവ് കഴിഞ്ഞ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈം തന്നെ നമ്മൾ ടിവിയുടെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും കോഫി കുടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് നമ്മൾ വേഗം നേരത്തെ തന്നെ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് വേഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് എല്ലാ ദിവസവും കോഫി കുടിക്കണം. നമ്മളൊന്ന് ചായ കുടിക്കാൻ പോവാം. ഇതാണ് ഷുഗർ ഇവിടെ യൂസ് ചെയ്യുക. നമ്മൾ പ്ലെയിൻ ഷുഗർ, നോർമൽ ഷുഗർ ആയിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ അത് 2 സ്ഥലത്ത് നോക്കിയപ്പോഴും കഴിഞ്ഞു. ഇത് ഫ്ലേവേർഡ് ഷുഗറാണ്, സ്ട്രോബെറി ഫ്ലേവർ. സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ഷുഗറാണ്. പക്ഷേ സ്ട്രോബെറിയുടെ ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇവിടെ ഏറ്റവും പെട്ടെന്ന് തീരുന്ന ഒരു സാധനമാണ് പഞ്ചസാര. കാരണം ഇവിടുത്തെ പഞ്ചസാര എന്ന് പറയുന്നത്, കണ്ടോ എനിക്കറിയില്ല, നമ്മൾ ഷുഗർ ഭയങ്കര പൗഡർ ഷുഗർ. നമ്മുടെ അവിടുത്തെ ഭയങ്കര ക്രിസ്റ്റൽ പോലത്തെ സംഭവമല്ല, ഇവിടെ ഭയങ്കര പൗഡർ. അതുകൊണ്ട് നമ്മൾ 1 സ്പൂൺ ഇടുന്ന നാട്ടിലത്തെ പഞ്ചസാര 1 സ്പൂൺ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പഞ്ചസാര ഒരു 3-4 സ്പൂൺ ഇട്ട് വയ്ക്കാം. ടേസ്റ്റ്, നമ്മളൊരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഈ സംഭവത്തിലുള്ള പഞ്ചസാര പകുതി 3/4 ഇട്ടാലാണ് നമുക്കൊരു സാധാരണ മധുരം കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ചായയാണ് ഉണ്ടാക്കണേ. ഞാൻ യൂഷ്വലി ചായ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വെറുതെ ചായയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നല്ല, എന്നാലും എനിക്ക് ഏലക്ക ഇട്ട് കഴിക്കണ ചായ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഏലക്ക ഇട്ട് ചായ നമ്മൾ ഉണ്ടാക്കാൻ പോകണം. ഇത്ര ദിവസം നമ്മൾ കോഫി കുടിച്ചു.
എനിക്ക് പണ്ട് ചായ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഈ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ എൻ്റെ അമ്മയൊക്കെ വീട്ടിലെത്തനേക്കാളും മുന്നേ പറയും ചായ കുടിച്ചാൽ മതിയായിരുന്നു, നമ്മൾ ഈ വെയിലത്തൊക്കെ പോകുമ്പോൾ ചായ കുടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ അമ്മ പറയാറുണ്ട് വീട്ടിലെത്തുമ്പോൾ. ഞാൻ ചോദിക്കും എന്തൊട്ട് ഇത്രയും വെയിലത്ത് വന്നിട്ട് ചായ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ സെയിം ഫീൽ വരാം. വീട്ടിലെത്തിയിട്ട് ചായ കുടിച്ചാൽ മതിയായിരുന്നു. നമ്മളിവിടെ കൂടുതലും ബോട്ടിൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ നോർമൽ വാട്ടർ അല്ല. ഇങ്ങനെ തിളപ്പിക്കാൻ എടുക്കുമ്പോഴാണെങ്കിലും കൂടുതലും ബോട്ടിൽ വാട്ടർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വെള്ളം ചൂടാക്കി കഴിയുമ്പോൾ ഒരു വൈറ്റ് കളർ പൊടി വരുമ്പോൾ അതെന്താ സംഭവം അറിയില്ല. പിന്നെ ഇവിടുത്തെ വെള്ളം കുടിക്കാനാണെങ്കിലും ടേസ്റ്റ് ഇല്ല. നമ്മൾ ബോട്ടിൽ വാട്ടറാണ് യൂസ് ചെയ്യണത്, കുടിക്കാനാണെങ്കിലും എന്തൊട്ടിനാണെങ്കിലും. ബിഗ് ബോസ് തുടങ്ങാറായി. അപ്പം നമുക്ക് ബിഗ് ബോസ് ആണ്. ഇത് ലാലേട്ടനൊക്കെ വരും. ഇതാണ് 2 ലിറ്ററിൻ്റെ പക്ഷേ വെള്ളം നമ്മൾ ഈ ബോട്ടിൽ ഇതുവരെയായിട്ട് ഇത്ര വെള്ളം കണ്ടിട്ടില്ല. എല്ലാപ്പോഴും നമ്മൾ ആവശ്യത്തിന് കുടിക്കാൻ വേണ്ടി ഇത്ര വെള്ളം നിറയ്ക്കും, ഇവിടെ നിന്ന് കുടിച്ച് കഴിഞ്ഞ് തരും. പിന്നെ ഇത്ര വെള്ളം നിറയ്ക്കും, ഇവിടെ നിന്ന് കുടിച്ച് കഴിഞ്ഞ് തരും. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഇവിടെ പ്ലേ ആവാൻ പോവാണ്. നമ്മൾ രാവിലെ പോയ പരിപാടിയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും പോവാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ. കാരണം രാവിലെ നല്ല കുറേ പരിപാടികൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാത്രി എന്തെങ്കിലും ലൈറ്റ് വർക്ക്സോ ഫയർ വർക്ക്സോ അങ്ങനെ ഉണ്ടോ നോക്കാൻ പോവാണ്. ഉണ്ട്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പരിപാടി ഇന്ന് ഉച്ച 2 മണി 2:30 സമയം വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഉണ്ടാകുന്ന വിചാരിച്ചാൽ പോയത്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളിനി പുതിയ വീഡിയോസിൽ നമ്മൾ പാരീസിലേക്കും മൂവ് ചെയ്യാണ്. പിന്നെ നമ്മൾ 9 ക്ലാസ് തുടങ്ങും. അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കണേ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.